എടാ നമ്മളെ നാട്ടിലിപ്പോ ഒരു നോമ്പ് തുറന്ന ഒരു ടൈമാണ്. അപ്പൊ നമുക്കൊക്കെ ശരിക്ക് ഒരു നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിച്ചാലല്ലേ നമ്മൾ വെള്ളം അറിയും. ശരിയല്ലേ? ഇപ്പോഴത്തെ ചൂടിന്റെ സാഹചര്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ വേറെ അറിയും. ശരിക്ക് നമ്മളിപ്പോ ഈ നോമ്പ് തുറന്റെ ഓരോ പരിപാടികൾ നമ്മൾ ഇന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മേശപ്പുറത്ത് ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ കഴിയണതും കഴിക്കാൻ കഴിയാത്ത ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഫലസ്തീനിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോട് ചോദിക്കാറ് കുറേ മക്കള് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ നീട്ടുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ആർഭാടം നമുക്ക് ആവശ്യമുണ്ടോ? ശരിക്കും നമ്മൾ ഈ നോമ്പ് തുറക്കൊക്കെ മുസ്ലിങ്ങളായിരിക്കെ നമുക്ക് ഇത്രയും ഒരു ആവശ്യങ്ങളുണ്ടോ? ഇത്രയും ഒരു ആർഭാടത്തിന് ആവശ്യമുണ്ടോ? അത് ഈ പറഞ്ഞ 100% കറക്റ്റ് ആണ്. കാരണം അത്രയും അവിടെ ആളുകൾ വളരെ പ്രയാസത്തിലാണ്. ഒരുപാട് അല്ലെ ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഭക്ഷണമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങോട്ട് ഫലസ്തീനിക്കൊന്നും എത്തുമൊന്നും വേണ്ട. നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. ടോട്ടലി ഇന്ത്യയിലെ പുതിയൊരു കണക്കനുസരിച്ച് 270 മില്യണിലധികം ആൾക്കാർ ദാരിദ്ര്യത്തിലാണ്. ദാരിദ്ര്യം എന്നല്ല, ഭക്ഷണവുമായി പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള. ഞാനിപ്പോ ജസ്റ്റ് നമ്മളെ രാജ്യത്തൊരു കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഭക്ഷണം നമ്മൾ കഴിക്കണം, പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കണം. അതൊക്കെ നമ്മളെ സന്തോഷത്തിന്റെ ഭാഗമാണ്. നമ്മൾ പരസ്പരം കാണാൻ അറിയാനൊക്കെ ഉള്ള വെക്കണം. പക്ഷെ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സഫാൻ പറഞ്ഞ രൂപത്തിലുള്ള ഈ ഒരു ആർഭാട രൂപത്തിലുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് നമ്മളെ ഭക്ഷണങ്ങൾ പണ്ട് ഒരു കഥയിൽ പറഞ്ഞതുപോലെ ഒരാള് പൈസ ഉള്ള ആളാന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അയാൾ 4 ഷർട്ട് ഇട്ട് നടക്കും. ദൂർത്താക്കി ഒരുപാട് അതല്ല 5 ഷൂട്ട് എടുക്കാൻ പറ്റില്ല, 4 ഷർട്ട് ഇട്ട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ പലയിടത്തുനിന്ന് കേട്ട കഥകളൊക്കെ എന്ന രൂപത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം നമ്മൾ അതെ അതെ ദൂർത്ത് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ആണോ നമ്മുടെ ചിന്തകൾ മാറാൻ. കാരണം അത്രയും ലോകത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബ്രസീലിലേക്ക് നോക്കുകയാണ്. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഉനീസ് പറഞ്ഞ പോലെ എത്രയോ മില്യൺ കണക്കിന് ആളുകൾ പറ്റില്ലാന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ നമ്മൾ ദൂരത്ത് പരമാവധി ഒഴിവാക്കുക, നല്ല രീതിയിൽ പരിപാടികൾ വെക്കുക, ദൂരത്ത് പരമാവധി ഒഴിവാക്കുക.